ഈ വെയിൻസിനെ ഡിസ്കണക്ട് ചെയ്യാണ്. ഇവിടെ ഒരു ട്രെയിനിങ് സെൻറ്റർ കൂടിയാണ്. പിന്നെ കൊവിഡിയൻ എന്ന് പറയുന്ന കമ്പനി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു മേജർ ട്രെയിനിങ് സെൻ്ററാണ്. മറ്റ് സർജൻസ് ലോർഡ്സ് ഹോസ്പിറ്റൽ. ഈ കഴിഞ്ഞ 16th സാറ്റർഡേ വി ഹാഡ് എ ട്രെയിനിങ് ക്യാമ്പ്. കൽക്കട്ട, ഡൽഹി, പൂനെ, അവിടെ നിന്നൊക്കെ സർജൻസ് വന്നിരുന്നു. എവറി 3 months വി ഹാവ് എ ട്രെയിനിങ് ക്യാമ്പ്. അതിൻ്റെ കോഴ്സ് ഡയറക്ടർ കൂടിയാണ്. ലാപ്രോസ്കോപ്പിക് സർജറിക്കും ഒരു പടി മുകളിലായിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് സർജറിയാണ്. ഒറ്റ ഓപ്പണിങ് വയറ്റിലുണ്ടാക്കിയിട്ട് പൊക്കിലൊരു ഓപ്പണിങ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ പോയിട്ട് പിത്തസഞ്ചിയും അപ്പൻഡിക്സും ഹെർണിയയും ഒക്കെ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ, സിൽസ് എന്ന് പറയും, സിംഗിൾ ഇൻസിഷൻ ലാപ്രോസ്കോപ്പിക് സർജറി, അതുകൂടി ചെയ്യുന്ന ഒരു സെന്ററാണത്. സർ, ഇപ്പോൾ വിപണിയിൽ ധാരാളമായിട്ട് ചില ലേപനങ്ങൾ വരുന്നുണ്ട്, തടി കുറയ്ക്കാം, വയറ് കുറയ്ക്കാം എന്നൊക്കെ. അതൊക്കെ എത്രമാത്രം പ്രയോജനപ്രദമാണ്? ഒരു ലേപനം തേച്ചാലും വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. 150 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ലവണ തൈലം ഇട്ട് വയറിൽ തേച്ചാൽ എങ്ങനെ വെയിറ്റ് കുറയും? അതുപോലെ പൈൽസിന് പൂർണ്ണമായിട്ടും പ്രൊലാപ്സ് ചെയ്ത് പുറത്ത് തള്ളിക്കിടക്കുന്ന ഒരു പൈൽ മാസ് ഒരു ഓയിൻമെൻറ്റ് ഇട്ടാൽ എങ്ങനെ മാറും? ഡോക്ടർ ഹരിദാസ് വളരെയധികം തിരക്കുകളുള്ള ഒരു വ്യക്തി. ഈ തിരക്കുകൾക്കിടയിലും ഫാമിലി എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ കഴിയുക? ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമ്മൾ ഒരുപാട് സമയം വേസ്റ്റാക്കി കളയുന്ന മനുഷ്യരാണ്. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സമയമില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണെന്ന് പലപ്പോഴും തോന്നുന്നു. എല്ലാത്തിനും നമുക്ക് സമയം കാണാൻ സാധിക്കും, സംശയമില്ല. പിന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച്, എൻ്റെ വൈഫുണ്ട് ഇവിടെ, 2 ഡോട്ടേഴ്സ്. മൂത്ത മകള് ഫിസിഷ്യനാണ്, ഇംഗ്ലണ്ടിലാണ്, ഒരു പ്ലാസ്റ്റിക് സർജൻ കൺസൾട്ടൻ്റാണ്, മാരേജ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ മകൾ ഒരു ഡോക്ടറാണ്, കല്യാണം കഴിച്ചിരിക്കുന്നത്. ഷീസ് ഇന്റേണൽ ഡെക്കറേഷൻ്റെ ഒരു താല്പര്യമുള്ള കുട്ടിയാണ്, ഒരു പാഷനായിട്ട്. ഷീസ് എൻ MA ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. തൃശ്ശൂരിലാണ് താമസം. രണ്ടാമത്തെ മകള്. മൂന്നാമതൊരു മകന് ഇംഗ്ലണ്ടിലാണ് പഠിച്ചത്, മെഡിസിൻ അല്ല, മെഡിസിൻ പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ പോയി എക്കണോമിക്സ് പഠിച്ചു. BA ഓണേഴ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് MSc എക്കണോമിക്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ ഓക്സ്ഫോർഡിൽ MBA ചെയ്യുകയാണ്. ഓക്സ്ഫോർഡിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി. വളരെ ക്രെഡിറ്റബിൾ ആയിട്ട് കരുതുന്ന ഞങ്ങളത് ഓക്സ്ഫോർഡിൽ പഠിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധനായ ഒരു സർജൻ ഡോക്ടർ ഹരിദാസ്. ഡോക്ടർ, താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സർഗസല്ലാപത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, ഗീതാ പഠനത്തെക്കാൾ ഫുട്ബോൾ കളിയിലൂടെ നിങ്ങൾക്ക് സ്വർഗം നേടാം. കാരണം നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സും ചിന്തയും ഉണ്ടാകും. ഗീത മനസ്സിലാക്കണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള മനസ്സ് അത്യാവശ്യമാണ്. വേദനകളും രോഗങ്ങളുമില്ലാത്ത ഒരു ലോകം സാങ്കല്പികമായിരിക്കും. പക്ഷേ ആ വേദന ലഘൂകരിക്കാൻ മനുഷ്യപ്രയത്നത്തിന് സാധിച്ചേക്കും. ഈ ആഴ്ചത്തെ സർഗസല്ലാപം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.